ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മത്സ്യബന്ധനമാണ്. ഓക്കെ, മത്സ്യബന്ധനം. അപ്പൊ അതിൽ ആദ്യം തന്നെ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല, പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം ഉള്ള ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ലയും ആലപ്പുഴ, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ജില്ലയും ആലപ്പുഴയാണ്. എന്നാൽ കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരം, ഉൾനാടൻ മത്സ്യത്തെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തുമാണെന്ന് മനസ്സിലാക്കുക. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനം, ശ്രദ്ധിക്കണം, മത്സ്യ ഉൽപാദനം ഏറ്റവും ഉൽപ്പാദിപ്പിക്കുന്നവർ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്നത് എറണാകുളം ജില്ലക്കാരാണ്. എന്നാൽ ഉൾനാടൻ മത്സ്യ ഉൽപാദനത്തിന് മുൻപിലുള്ളത് കോട്ടയംകാരാണ്, ഉൾനാടന്. എന്നാൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിന് മുന്നിലുള്ളത് വീണ്ടും എറണാകുളം തന്നെയാണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യ ഉൽപാദനം എറണാകുളം ജില്ലയാണ്, സമുദ്ര മത്സ്യ ഉൽപാദനത്തിന് മുന്നിലുള്ളത് എറണാകുളം ജില്ലയാണ്. ഓക്കെ, ഇനി കേരള ഫിഷറീസ് വകുപ്പാണ്. കേരള ഫിഷറീസ് വകുപ്പിന്റെ ഫിഷറീസ് വകുപ്പ് ഫിഷറീസ് കോർപ്പറേഷൻ കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1966 എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, എറണാകുളം ജില്ലയിൽ 1966 എന്തുണ്ടായത്? കേരള ഫിഷറീസ് കോർപ്പറേഷൻ ഉണ്ടായത്. ഇനി കേരളത്തിലെ കടൽ മത്സ്യബന്ധനം നിയന്ത്രണ നിയമങ്ങൾ. ഓക്കെ, കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്നത് 1980-ലും 88-ലെ 8ന്റെ പണി കിട്ടി. 8-ന്റെ പണി കിട്ടി. അതായത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് എന്നാണ്? 1988-ലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. 1966 കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായി എറണാകുളത്ത്. കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്നത് 1980-ലും കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് 1988-ലുമാണ്. ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. മത്സ്യത്തൊഴിലാളിക്ക് ബയോമെട്രിക് കാർഡ് നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്നാൽ സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? KCADC ആണ്. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ആണ് സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇനി സംസ്ഥാനത്തെ വനിതാ മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി സ്ഥാപിതമായ ഏജൻസിയാണ് സാഫ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വുമൺ എന്ന് പറയുന്നത് സാഫ്. ഓക്കെ, എന്താണ്? വനിതാ മത്സ്യത്തൊഴിലാളികളുടെ വികസനത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയിട്ടാണ് സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ എന്ന ഏജൻസി ഉള്ളത്. ഓക്കെ, ഇനി അമോണിയ, ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ മത്സ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി വികസിപ്പിച്ചെടുത്ത റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റ് ആണ് CIF ടെസ്റ്റ് കിറ്റ് അഥവാ ചെക്ക് ദാൻ ഈറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, CIF ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചത് ആരാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ആണ്. CIFTന്റെ ഫുൾ ഫോം ആണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഇത് 1957 കൊച്ചിയിൽ നിലവിൽ വന്നതാണ്. ഓക്കെ, 1957 കൊച്ചിയിൽ നിലവിൽ വന്നതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ടെക്നോളജിയാണ്. സോ അവരെന്നെയാണ് എന്ത് ചെയ്തത്? അമോണിയ, ഫോർമിലിൻ രാസവസ്തുക്കൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റായ CIF ടെസ്റ്റ് കിറ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി മത്സ്യത്തൊഴിലാളികളെ മീൻപിടുത്തത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനമാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. ഓക്കെ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ ഉപഗ്രഹ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളെ മീൻപിടുത്തത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ എന്ന സംവിധാനം. ഇനി കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി അഥവാ ചാളയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്മീനാണ്. കേരളത്തിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന അലങ്കാര മത്സ്യം മിസ് കേരളയാണ്. ഓക്കെ, മിസ് കേരളയാണ്. ദെൻ കേരള സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. ദേശീയ മത്സ്യം അയലയാണ്. ദേശീയ ജലജീവിയാണ് ഇത് ഗംഗാ ഡോൾഫിൻ. ഇനി മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ് മത്സ്യഫെഡ്. ഓക്കെ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ ആണ് ഇത് മത്സ്യഫെഡ് എന്ന് പറയുന്നത്. ഇനി മത്സ്യഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ് എന്ന് പറയുന്നത്.
ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക്, ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് അരൂര് ആലപ്പുഴയാണ്. ഓക്കെ, അരൂര് ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് നിലവിൽ വന്നത്. കേരളത്തിലെ മെഗാ സീ ഫുഡ് പാർക്ക്, ഓക്കെ, മെഗയാണ്, മെഗാ സീ ഫുഡ് പാർക്ക് നിലവിൽ വന്നത് പള്ളിപ്പുറം ആലപ്പുഴയിലാണ് മെഗാ സീ ഫുഡ് പാർക്ക്. ഓക്കെ, ഇനി കൃത്രിമ മത്സ്യ പ്രജനന കേന്ദ്രമാണ് വിഴിഞ്ഞം, ബ്രൂഡ് ബാങ്ക് ആണ് ഇത് വിഴിഞ്ഞത്തുള്ളത്. ഓക്കെ, കൃത്രിമ മത്സ്യ പ്രജനന കേന്ദ്രം. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യവിത്ത് ഉൽപാദന കേന്ദ്രം പുതിയങ്ങാടിയാണ്. ഓക്കെ, കല്ലുമ്മക്കായ കടൽ മത്സ്യവിത്ത് ഉൽപാദന കേന്ദ്രം ഏതാണ്? പുതിയങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യ മൾട്ടി സ്പീഷ്യസ് ഫിഷ്, ഓക്കെ, ഫിഷ് ഹാച്ചറി ആണ് ഒടയം, തിരുവനന്തപുരം. ഓക്കെ, ആദ്യം മൾട്ടി സ്പീഷ്യസ് ഫിഷ് ഹാച്ചറി ഒടയം, തിരുവനന്തപുരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം ആലപ്പുഴയാണ്. നോക്കൂ, ഇന്ത്യയിലെ ആദ്യ കടൽ ഭക്ഷ്യ സംസ്കരണ പാർക്ക് അരൂര് ആലപ്പുഴയിലാണ്. കേരളത്തിലെ മെഗാ സീ ഫുഡ് പാർക്ക് പള്ളിപ്പുറം ആലപ്പുഴയിലാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയവും ആലപ്പുഴ ജില്ലയിലാണ്. ഓക്കെ, ഇനി പദ്ധതികളാണ്, ഇമ്പോർട്ടന്റ് ആണ്. വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുമ്പോൾ തന്നെ വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണെന്ന് ഓർക്കുക. ഇനി പുനർഗേഹമുണ്ട്. അതെന്താണ്? വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ അധിവസിക്കുന്ന കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുന്ന പദ്ധതി. പുനർഗേഹം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. 50 മീറ്റർ വേലിയേറ്റത്തിനുള്ള 50 മീറ്ററിനുള്ളിൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ പുതിയൊരു വീട്ടിലോട്ട് താമസം മാറ്റിക്കുന്ന പദ്ധതിയാണ് ഇത് പുനർഗേഹം എന്ന് പറയുന്നത്. ഇനി മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം. ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മാതൃകാ മത്സ്യഗ്രാമം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ഓക്കെ, കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ഇനി ഉൾനാടൻ മത്സ്യസമ്പന്നത എന്താണ്? ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും ചേർന്ന് നടന്നതാണ് ഒരു നെല്ലും ഒരു മീനും. എന്നാൽ ജൈവ കൃഷി മാതൃകാ രീതിയിൽ മത്സ്യകൃഷി ജനകീയമാക്കാൻ വേണ്ടി കേരള ഫിഷറീസ് വകുപ്പിന്റെ മാത്രം പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം എന്ന് പറയുന്നത്. ഉൾനാടൻ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു നെല്ലും ഒരു മീനും, കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും ചേർന്നിട്ട്. എന്നാൽ ജൈവ കൃഷി മാതൃകയിൽ മത്സ്യകൃഷി നടത്താനുള്ള കേരള ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. ഇനി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി തിരുവനന്തപുരം ആരംഭിച്ച സൗജന്യ ബസ് യാത്രയാണ് സമുദ്ര. വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ സൗജന്യ ബസ് യാത്രാ പദ്ധതിയാണ് സമുദ്ര എന്ന് പറയുന്നത്. അപ്പൊ സമുദ്ര പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ഫിഷറീസ് വകുപ്പും കേരള ഗതാഗത വകുപ്പും കൂടിയാണ്. കേരള ഫിഷറീസ് വകുപ്പും കേരള ഗതാഗത വകുപ്പും ചേർന്നിട്ടാണ് സമുദ്ര പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി ഫിഷറീസ് കോൾ സെന്റർ നിലവിൽ വന്നത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഫിഷറീസ് കോൾ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയാണോ? എല്ലാവർക്കും ഉള്ള ആദ്യത്തെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ്. പ്രതീക്ഷ പറഞ്ഞത് വിഴിഞ്ഞത്താണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്, വിഴിഞ്ഞത്താണെന്ന് ഓർക്കുക. ഇനി കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് പ്രത്യാശയാണ്. പ്രതീക്ഷ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രത്യാശയാണെന്ന് ആലോചിക്കുക. വൈപ്പിൻ എറണാകുളത്താണ് കേരളത്തിലെ രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് സർവീസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ കാരുണ്യ, അത് ബേപ്പൂർ കോഴിക്കോടാണ് നിലവിൽ വന്നിട്ടുള്ളത് കേരളത്തിലെ മൂന്നാമത്തെ മറൈൻ ആംബുലൻസ് സർവീസ്. ഇത്രയുമാണ് നമ്മൾ മത്സ്യബന്ധനം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഓക്കെ.